നമസ്കാരം. പാറകൾ കൂത്തു തുടങ്ങി. പക്ഷെ രാത്രി പുറത്തിറങ്ങാൻ യക്ഷിക്ക് വരെ പേടിയാണ്. ഇനി സമൂഹത്തിലേക്ക്. സാറ്, എന്റെ കുഞ്ഞിനെ കാട്ടില്ല സാറ്. എന്തിനാ ചെയ്യണം സാറ്? ഇപ്പൊ കണ്ട ബംഗാളി കേസ് നമ്മൾ എടുക്കണോ? സുജിത്തെ ഒന്ന് പോയി നോക്കണോ? സാർ എന്താടാ വന്ന് പോലീസ് സ്റ്റേഷൻ വരെ കളിച്ചു തുടങ്ങിയോ? സാറേ, ഞങ്ങൾ കുഞ്ഞിനെ കാണുന്നില്ല സാറേ. എന്താ ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല സാറേ. ഞങ്ങൾ കുഞ്ഞിനെ കണ്ടെത്തി തരണം. അമ്മ അമ്മ ഈ പോട്ടൻ ചക്കൻ ഇവനോട് വെച്ചാൽ ഇവൻ പറയും കൊച്ചെന്തേനെ പറയടാ. അയ്യോ സാറേ, എന്റെ കുഞ്ഞിനൊന്നും ചെയ്യണം സാറേ. അവന് പെങ്ങളെന്താ ജീവനാ. ഞങ്ങളെ വിട്ട് എങ്ങോട്ട് പോകത്തില്ല സാറേ. എന്തെങ്കിലും ചെയ്യണം സാറേ. ഞങ്ങളെ കുഞ്ഞിനെ കണ്ടെത്തി തരണം. സമർപ്പണം അളവില്ലാതെ പിച്ച് ചീന്തപ്പെടുന്ന പെൺജന്മങ്ങൾക്ക് മാത്രം വിടുക. എനിക്കും നിങ്ങൾക്കും. പൊന്നോ ഇവിടെ വാടക കാന്താരി. അയ്യോ അച്ഛാ, ഇന്ന് പുറത്തു പോയി വരുമ്പോ ഈ പൊന്നൂന് ഒരു കോലുമിഠായി വാങ്ങിത്തരാമോ? എനക്കോ അച്ഛന്റെ പൊന്നു മക്കൾക്ക് അച്ഛൻ കോലുമിഠായും എല്ലാം വാങ്ങി വരും. അച്ഛൻ നാടുവാട്ടോ ഒന്ന് പോയി വരട്ടെ കേട്ടോ? ആഹാ, 2 പേര് ഇവിടെ ഉണ്ടായിരുന്നോ? പൊന്നു ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. കഴിക്കണം, പഠിക്കണം, ഏറ്റെടുത്ത് കൊടുക്കണം കേട്ടോ? കേട്ടോ, പോവാം. അയ്യോ, അച്ഛൻ പുറത്ത് പോയല്ലോ. എന്താ? അറിയായിരുന്നു. എന്നാലും അങ്കിളുടെ സുന്ദരി കുട്ടിക്ക് അങ്കിൾ എന്താ കൊണ്ടുവന്ന് അറിയണ്ടേ? എനിക്കാണോ? എനിക്ക് വലിയ ഇഷ്ടാ. താങ്ക് യു. എന്താ? എന്തിനാ എനിക്ക് തൊടുന്നേ? വേണ്ട, എന്റെ ഒന്ന് ചേർന്ന് വേണ്ട. മിണ്ടരുതേ, അങ്കിളല്ലേ. എന്താ? എന്തിനാ പേടിക്കുന്നേ? അയ്യോ വേണ്ട അമ്മ. പോലീസ് ഏവരെയും ഞെട്ടിച്ചിരിക്കുന്ന സംഭവമാണ് ഇന്ന് നടന്നത്. നമുക്ക് നാട്ടുകാരോട് ചോദിക്കാം. അല്ലേനെ എന്നാ പറയാനാ? കണ്ട ബംഗാളൊക്കെ താമസിച്ച ഇതൊക്കെ തന്നെ അവസ്ഥ. നോം എന്താണ് ഈ കേൾക്കണേ? നോ കർമ്മങ്ങൾ ചെയ്യേ, നടക്കില്ല. അതും ഏതോ അന്യനാട്ടിൽ വന്ന് കുട്ടിക്ക് വേണ്ടി നടക്കില്ല. എനിക്കും എന്റെ ഫോഴ്സിനും പറയാനുള്ളത്, കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ക്രിമിനലിനെ ഞങ്ങൾ കണ്ടെത്തി. ഞാനും എന്റെ പാർട്ടിയും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നു. എന്നാലും എല്ലാവരും എന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യേണ്ടതാണ്. എന്റെ മോൾ നമ്മള് മോളെ കിട്ടിയോ? അതേട്ടാ, നമ്മള് മോളെ കിട്ടി. ദേ എന്റെ മോൾ നമ്മളെ മോളെ കിട്ടിയേട്ടാ, നമ്മളെ മോളെ കിട്ടി. ഓ ഉറക്കട്ടെ, നമ്മളെ മോള് ഉറങ്ങാണ് ഏട്ടാ, നമ്മളെ മോള് ഉറങ്ങാം. ഓ ആളുകൊട്ട ഒന്നും വന്നല്ലേ, യൂണിഫോം ഇട്ട് തടുത്തിട്ടുണ്ടാവും. നമ്മളെ മോളെ പുതച്ച് കിടന്ന് ഉറങ്ങാണ് ഏട്ടാ, നമ്മളെ മോള് പുതച്ച് കിടക്കുക. എന്റെ മോന്റെ മോള്. നിങ്ങൾ തന്നെ പറയൂ, കഥയിലെ
ആരാണ് അന്ധൻ? കഥയിലെ പിതാവോ അതോ സമൂഹമോ? കഥയിലെ ആർക്കാണ് ബുദ്ധിവിലാസം സംഭവിച്ചത്? കഥയിലെ സഹോദരനോ അതോ നമ്മൾക്കോ? നന്ദി.